നമസ്കാരം. മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ബി.ജെ.പിയിലെ വിഭാഗീയത സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ബി.ജെ.പിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്ന സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും വെറുതെ വിടില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ്, ബി.ജെ.പിയിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ സുരേന്ദ്രനോട് ചോദിച്ചത്. ഇതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബി.ജെ.പിയുടെ പാലക്കാട്ടെ തോൽവിയാണ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയം. സി കൃഷ്ണകുമാറിന്റെ തോൽവിക്ക് ഉത്തരവാദിത്തം സുരേന്ദ്രനാണെന്ന് തുറന്നടിച്ച് ബി.ജെ.പി. നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് സുരേന്ദ്രൻ ക്ഷുഭിതനാകുന്നത്. ഇന്നലെയും പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേന്ദ്രൻ കയർത്ത് സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറു വാർത്തകളാണ് നൽകുന്നതെന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റ് കിട്ടിയതും ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റതും ചർച്ച ചെയ്യുന്നില്ലെന്നും ബി.ജെ.പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് 3 ദിവസങ്ങളിലായി മാധ്യമങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നത്തെ യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചുള്ളതാണെന്നും മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പ്രസിഡന്റ് സ്ഥാനം തെറിക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് കെ. സുരേന്ദ്രൻ പറഞ്ഞു. എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് നേരിട്ട തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ കടുത്ത പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു. ചരിത്രത്തിലാദ്യമായി സുരേന്ദ്രനെ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സുരേന്ദ്രൻ രാജിവെക്കണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തെ അടക്കം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഇക്കൂട്ടത്തിൽപ്പെടും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. അതേസമയം പാലക്കാട് ബി.ജെ.പി. നേതാക്കളെ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിലക്കിയതോടെ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലാണ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നഗരസഭാ അധ്യക്ഷയുടെ ഉൾപ്പെടെ വിമർശനം വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത്. അതേസമയം കൗൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട്. ഇതിനിടെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം ബി.ജെ.പി. പഠിച്ചു വിലയിരുത്തും. ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന പാലക്കാട്, വയനാട് ജില്ലാ പ്രസിഡന്റുമാർ പരാജയ കാരണവും മണ്ഡലങ്ങളിലെ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 7-8 തീയതികളിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്യും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മതിയെന്നും ഇന്നലത്തെ ബി.ജെ.പി. നേതൃയോഗത്തിൽ കെ. സുരേന്ദ്രൻ നിലപാടെടുത്തു. ഡിസംബർ 7-8 തീയതികളിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും പങ്കെടുക്കും. മുതിർന്ന നേതാക്കളായ പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും എൻ.എൻ. കൃഷ്ണദാസും പങ്കെടുക്കാത്തതിലും സുരേന്ദ്രൻ ഇന്നലെ തന്നെ വിശദീകരണം നൽകിയിരുന്നു. യോഗത്തിൽ 14 പേർ പങ്കെടുത്തെന്നും എം.ടി. രമേശും കൃഷ്ണദാസും എൻ. രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പ് അല്ലെന്നും അവർക്ക് ബി.ജെ.പി. എന്ന ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂവെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എല്ലാ യോഗത്തിലും 5% ആളുകൾ വരാറില്ല. രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ യോഗങ്ങളിൽ 100% ആളുകൾ വരാറുണ്ടോ? പാർലമെന്റ് നടക്കുമ്പോൾ പോലും 100% ആളുകൾ വരില്ലെന്നും സുരേന്ദ്രൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എം.ടി. രമേശും കൃഷ്ണദാസും എൻ.എൻ. രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അവരാരും ഗ്രൂപ്പിന്റെ ഭാഗമല്ല. അവർക്ക് ഒറ്റ ഗ്രൂപ്പാണുള്ളത്. അത് ബി.ജെ.പി. ആണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിക്കാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും 7-8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ജില്ലകൾ നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയല്ല എന്ന് ഇന്നലെ തന്നെ സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് വ്യക്തമായ പ്രക്രിയയുണ്ട്. മാധ്യമങ്ങളിലെ വാർത്തയ്ക്ക് സത്യസന്ധതയുടെ അംശമില്ല. പാർട്ടി പ്രവർത്തകരുടെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാം. മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഇടപെടുന്നത്? ബി.ജെ.പിക്കെതിരെ പെയ്ഡ് വാർത്തകളാണ് പുറത്തു വന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു.